ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഹായ്ക്കൊക്കെ ഒരു ഇച്ചിരി എനർജി കുറവാണ്. കാര്യം ഞാനിപ്പോൾ ഉറങ്ങി എണീച്ചതേ ഉള്ളൂ. ലൈക്ക് ഉറക്കം കംപ്ലീറ്റ് ആവാതെ എണീച്ചതേ ഉള്ളൂ. വൈകുന്നേരം മെറൈൻ ഡ്രൈവിൽ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അശ്വിൻ്റെ അച്ഛൻ്റെയും കൂടെ. നമ്മൾ ഇവിടെ എറണാകുളത്ത് കൊച്ചിയിൽ വന്നേക്കാണ്. അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹാജമാവൻ്റെ മോൻ അമീർ ചേട്ടൻ്റെ വെഡ്ഡിങ്ങിനായിട്ട്. അമീർ ചേട്ടൻ നമ്മളൊക്കെ പണ്ടേ കുഞ്ഞിലേ ഫ്രണ്ട്സാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. കാരണം അച്ഛനും ഹാജമാവനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് വി ഹവ് ഓൾ ഹാഡ് എ ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ് മെമ്മറി. അപ്പോൾ നമ്മൾ ഇന്ന് പുള്ളിയുടെ കല്യാണത്തിനായിട്ട് വന്ന കല്യാണമൊക്കെ രാവിലെ ആയിരുന്നു. നല്ല സൂപ്പറായിട്ടുള്ള ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ വന്ന് ഉറങ്ങിപ്പോയി. അശ്വിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അശ്വിൻ ഇപ്പോൾ ഒരു 5 മണി കഴിയുമ്പോഴാണ് ജസ്റ്റ് ഒരു മണിക്കൂർ ബ്രേക്ക് കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് മെറൈൻ ഡ്രൈവിൽ ജസ്റ്റ് ഒന്ന് പോയി നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു, അച്ഛനും ഞാനും അശ്വിനും കൂടെ. എനിക്കാണെങ്കിൽ ഇവിടെ ഉപ്പിലിട്ട സാധനം പണ്ട് അശ്വിൻ്റെ കൂടെ വന്നപ്പോൾ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ചെറിയൊരു മഴക്കോളും വന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന വിവാന്ത എറണാകുളത്താണ്, വിവാന്ത മെറൈൻ ഡ്രൈവിൻ്റെ അവിടെ. ഇതിൻ്റെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഡെയിലി രാവിലെയും ഈവനിങ്ങും നൈറ്റും ഈ ഒരു വ്യൂ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ കുറേ സമയം പോകും. നമ്മൾ നോക്കി ഇങ്ങനെ ഇരിക്കും. ബാൽക്കണി ഉണ്ട്, ലവ്ലി വ്യൂ. ഓക്കെ, അപ്പം നമുക്കിനി ചെന്ന് അച്ഛൻ റെഡി ആയില്ലെന്ന് നോക്കാം. നമുക്ക് ക്വിക്കായിട്ട് താഴെ പോയിട്ടില്ലെങ്കിൽ ഇരുട്ടിപ്പോവും. ഓക്കെ, സോ അപ്പം നമ്മൾ ഇറങ്ങി താഴെ എത്തിയപ്പോൾ ഈ ഡിലേ ആയിപ്പോയി. തുള്ളി മഴയുണ്ട്, പക്ഷേ കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് നല്ല വെതറാണ്, നല്ല കാറ്റുണ്ട്. ഇവരെല്ലാവരും ഇച്ചിരി, ഞാൻ സാധാരണ എല്ലാവരും ഫാസ്റ്റായിട്ട് നടക്കുന്ന ആളാണ്. എനിക്ക് പക്ഷേ പറ്റുന്നില്ല ഇപ്പോൾ. മെറൈൻ ഡ്രൈവ് എങ്ങനെയാണ് നീ അത് എൻജോയ് ചെയ്യുന്നുണ്ട്? ഇന്ന് പറ്റിയ ക്ലൈമറ്റ് അല്ലേ നടക്കാൻ? ബെസ്റ്റ് ക്ലൈമറ്റ് നടക്കാൻ. ചെറിയ മരത്തിൽ നിന്നൊക്കെ തുള്ളി വീഴുന്നുണ്ട് കാറ്റ്, വെള്ളം. കൊള്ളാല്ലേ? ഇതിന്റെ പ്രത്യേകത നമുക്ക് വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല അല്ലേ? ഹോട്ടലിൽ തുറന്ന മെറൈൻ ഡ്രൈവ്. അതെ. അങ്ങനെ ഞാൻ തിന്നുന്ന മൈൻഡ് സെറ്റിലാണ് പുറത്തിറങ്ങിയത്. പക്ഷേ ഇവിടെ ഇറങ്ങിയപ്പോഴാണ് പിടി കിട്ടിയത്. നമ്മൾ ആ ഒരു മെയിൻ സ്റ്റോളിൻ്റെയൊക്കെ ഒരുപാട് ദൂരെയാണെന്നുള്ളത്. കുറേ കിലോമീറ്റേഴ്സ് നടക്കേണ്ട വരുന്നു മനസ്സിലായി. അപ്പോൾ എനിക്കത് പറ്റാത്തതുകൊണ്ട് നമ്മൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ചത് വിവാന്തയ്ക്കകത്ത് തന്നെ വന്നു. ഒരു ടീ ടൈമാണ്. അപ്പോൾ ഐ തോട്ട് ഓഫ് ഹാവിങ് പാവ് ബജി ആൻഡ് ലെമൺ ഐസ് ടീ. അശ്വിൻ എന്താ വേണ്ടത്? കോഫി. സോ എൻ്റെ പാവ് ബജിയും ലെമൺ ഐസ് ടീം വന്നു. ഷൂവിൻ്റെ കപ്പിലൊക്കെയാണ് കിട്ടിയത്, സ്റ്റൈലിഷ് ആയിട്ട്. അതിന് ഞാൻ തന്നെ കുറച്ച് എക്സ്ട്രാ, എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം ടീ കണ്ടൻറ്റ്, ലെമൺ കണ്ടൻറ്റ് കുറവായിരിക്കണം. എനിക്ക് കുറേ കസ്റ്റമൈസേഷൻസ് ഒക്കെ. അപ്പോൾ ഞാൻ പതുക്കെ ഇരുന്ന് കസ്റ്റമൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആൽക്കഹോളല്ല, ടീയാണ്. പാവ് ബജി ഞാൻ കഴിക്കട്ടെ. അശ്വിനത് മുളക് ബജിയൊക്കെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഇവൻ നൈസായിട്ടൊക്കെ ചോദിച്ചു ലാസ്റ്റ് മിനിറ്റ്. ഞാനപ്പോൾ ചോദിക്കണം, എപ്പോഴും ചോദിക്കണം. മേക്ക് ആസ്കിങ് എ ഹാബിറ്റ്. അത്രേ ഉള്ളൂ. ഞാനിനി അതിലും കുറച്ച് വൈകിട്ട് വരുത്തില്ല. ഓക്കെ, ഹൗസ് ദ ബജി. ഇന്ന് നമ്മളിത് ഇപ്പോൾ ലുലു മോളിലേക്ക് പോവാണ്. ഇവിടുത്തെ ലോണ്ടറി തന്നെ കൊടുത്ത് നമ്മൾ ഫുള്ള് കൊണ്ടുവന്ന ഐറ്റംസൊക്കെ അയൺ ചെയ്യിപ്പിച്ചു. സോ ഞാൻ ലുലുവിലിടാൻ വേണ്ടി ഇന്ന് എടുത്ത ഡ്രസ്സ് ഈ ഒരു ബ്യൂട്ടിഫുൾ ലോങ് ഫ്രോക്കാണ്. ഇറ്റ്സ് ഇൻ സൈസ് L. സോ ഞാൻ വേഗം ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ലെങ്ത്തിൽ ഈ മിറർ മാത്രമേ ഉള്ളൂ ഡ്രസ്സ് കാണിക്കാൻ. ദിസ് ഈസ് ദ ഡ്രസ് ദാറ്റ് ഐ ഗോട്ട് ഫ്രം വെസ്റ്റ് സൈഡ്. പിന്നെ അച്ഛൻ റെഡിയായി. അശ്വിൻ കോൾ എൻഡ് ചെയ്ത് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. എന്നിട്ട് നമ്മൾ നേരെ ലുലു മോളിലേക്ക് പോകും. അച്ഛൻ ലുലു മോളിൽ അവസാനമായിട്ട് എപ്പോഴാണ് പോയത്? കൊച്ചി. ഞാനും, എനിക്ക് ഓർമ്മ പോലും ഇല്ല എപ്പോഴാണ് പോയെന്ന്. എനിക്ക് ഒട്ടും ഓർമ്മയില്ല. ഇപ്പം നടുവേനയും കാലുവേനയും ഒന്നും ഇപ്പം ഇല്ല. എനിക്ക് അവിടെ പോയി നടന്നിട്ട് വല്ലതും വന്നാലായി, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു കുഴപ്പമില്ല ഇപ്പോൾ, ഫുൾ ഓക്കെ. അങ്ങനെ അശ്വിനും കോളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് വന്നു. അശ്വിനെ കുറേ നേരം കാണാനില്ലായിരുന്നു വ്ളോഗിൽ. അശ്വിനും ഉണ്ട്. എനിക്ക് ഇപ്പോൾ പണ്ടേ ഫ്രണ്ട് ഇരുന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോൾ പ്രഗ്നൻറ്റും കൂടെ ആയ സ്ഥിതിക്ക് ഫ്രണ്ട് ഇരുന്നില്ലെങ്കിൽ ഒട്ടും പറ്റത്തില്ല. എനിക്ക് ചെറുതായിട്ട് പോലും ആ ബാക്ക് സീറ്റിൽ റോഡ് കാണാതെ ഇരുന്ന് കഴിഞ്ഞാൽ വോമിറ്റിംഗ് കൺഫേം ആണ്. ഞാൻ ഇന്ന് വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇച്ചിരി കൂടെ സ്ട്രെസ് ഉണ്ട്. നമുക്ക് ഐ തിങ്ക് അധികം ടൈമില്ല, കുറച്ച് ടൈമേ ഉള്ളൂ. പെട്ടെന്ന് എത്തും ലുലു
മോൾ എത്തിയിട്ട് എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുന്ന കണ്ടിട്ട് അത് ക്രൗഡൊന്നും എനിക്ക് അറിയത്തില്ല. നമുക്ക് നമ്മുടെ ലുലു മോളിൽ ഇപ്പോൾ ഇന്ന ദിവസം ഇന്ന ടൈപ്പ് ഓഫ് ക്രൗഡ് ഉണ്ടാവും നമുക്കറിയാം. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ താമസിക്കാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഏത് ദിവസമാണ് അവിടെ എങ്ങനെ ക്രൗഡൊന്നും. സോ ഇനി അവിടെ എത്തിയിട്ട് എത്രത്തോളം എനിക്ക് കണ്ടന്റ് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബട്ട് മാക്സിമം ഐ വിൽ ട്രൈ ടു കവർ. കാരണം നമ്മൾ അധികം നേരം ലുലുവിൽ ടൈം സ്പെൻഡ് ചെയ്യത്തില്ല. വിൽ ജസ്റ്റ് ഗോ ദേ, ചുമ്മാ ജസ്റ്റ് ഒരു 1 hour നിന്നിട്ട് വിൽ കം ഔട്ട്. അശ്വിൻ ലഞ്ചും കഴിച്ചിട്ടില്ല, അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. നമ്മളിവിടെ ഒരു ഗ്രില്ലെക്സ് എന്ന് പറഞ്ഞൊരു കടയ്ക്കകത്ത് കയറി മോളിനകത്ത്. അശ്വിൻ എന്താ ഓർഡർ ചെയ്തത്? കുഷ്ക റൈസ് ആൻഡ് അതിൻ്റെ കൂടെ പെരി പെരി ക്വാർട്ടർ ലെഗ് പോലത്തെ ചിക്കനാണ് പറഞ്ഞത്. അച്ഛനും സെയിം ഐറ്റം തന്നെ പറഞ്ഞു. അത് കുഷ്ക റൈസ് സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇവർ ഹൈദരാബാദി റൈസ് പോലെ എന്നാണ് പറഞ്ഞത്. ചോറ് മാത്രം. ഞാൻ പറഞ്ഞത് ചിക്കൻ സ്റ്റീക്ക് വിത്ത് വെജിറ്റബിൾസ് ആൻഡ് മാഷ് പൊട്ടേറ്റോസ്. കാരണം ഞാൻ ആക്ച്വലി വരുന്നതിന് മുന്നേ ചോറ് കഴിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ വിശപ്പില്ല, അതുകൊണ്ട് ഞാൻ ഒരു ഫോർമാലിറ്റിക്ക് കഴിക്കുകയാണ്. പിന്നെ ഗാർലിക് ബ്രെഡ് വിത്ത് ചീസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് വരട്ടെ എന്നിട്ട് കാണാം. നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് പോയില്ല, കാരണം നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി ലൗഡ് ആകുമ്പോഴത്തേക്ക് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വി ചോസ് ടു കം ഹിയർ ബിക്കോസ് ഇവിടെ ഒട്ടും ക്രൗഡ് ഇല്ലായിരുന്നു. ഇറ്റ് വാസ് എ വെരി കാം റെസ്റ്റോറൻറ്റ്. പിന്നെ ഇപ്പോൾ ഫുഡ് വന്നിട്ട് കാണാം നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തെന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ ഈസി ചീസി ചിക്കൻ ഗാർലിക് ബ്രെഡ് വന്നിട്ടുണ്ട്. എൻ്റെ ലെമൺ ഐസ് ടീ വന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് ബിയർ പോലെ ഉണ്ട്, മൊത്തത്തിൽ സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഗ്രിൽഡ് സ്റ്റീക്ക്, ചിക്കൻ സ്റ്റീക്കാണിത്. ഇവരുടെ ഫുഡും വന്നിട്ടുണ്ട്. ഇതിങ്ങനെയാണോ കേട്ടോ വരുന്നത്? ഓക്കെ ചങ്ക്സ് ആയിട്ടാണ് തരുന്നത്. എങ്ങനെയുണ്ട്? അത് ഞാൻ കഴിച്ചു തുടങ്ങിയില്ല, ഞാൻ ഇത് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ? ശരിയാ. നമ്മൾ പണ്ട് എവിടെ ഡോമിനോസ് പിസ്സ ഹട്ടാണെന്നുള്ള ഗാർലിക് ബ്രെഡ് കഴിക്കുമായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് അല്ല, മോളിലേക്കൊരു സാൻഡ്വിച്ച് പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഐ പ്രിഫർ ദി അതർ ടേസ്റ്റ്. ബട്ട് ഇറ്റ്സ് ഓൾസോ നൈസ്. ഇത് നമ്മൾ സാധാരണ ചിക്കൻ സ്റ്റീക്ക് പറയുമ്പോൾ മഷ്റൂം സോസ് നമുക്കൊരു ഒരു കപ്പിലാണ് കിട്ടുന്നത്. ഇതിനകത്ത് ചീസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടൊന്നും തോന്നുന്നു. ബട്ട് നൈസ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങട്ടെ. അശ്വിന് നല്ല വിശപ്പുണ്ട്, കഴിച്ചു. ഓക്കെ, സോ അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വ്ളോഗ് നമ്മുടെ മെറൈൻ ഡ്രൈവും എല്ലാം കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കാര്യം അന്ന് ഇച്ചിരി ഒരു ഓട്ടവും തിരക്കും ഒക്കെ ആയിപ്പോയി. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ കൊച്ചിയാണ്. നമ്മൾ ഈ ട്രിപ്പിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഹാജമാമൻ്റെ കൂടെ പോയി. വെഡ്ഡിങ് കഴിഞ്ഞു, ഇതിപ്പോൾ റിസപ്ഷൻ ആയിരുന്നു. അവിടെ നല്ലതായിരുന്നു, ഫുഡൊക്കെ സൂപ്പറായിരുന്നു. നല്ലപോലെ കഴിച്ച് വയറൊക്കെ ഫുള്ളായത്. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഇരിപ്പിങ്ങനെ ഇരിക്കുകയാണ്, കാരണം അത്ര ഫുള്ളായിപ്പോയി. സൂപ്പർ ഫുഡായിരുന്നു. നിങ്ങളും നല്ലപോലെ കഴിച്ചു അല്ലേ? ഒരു 1.5 കഴിപ്പായി പോയടാ, അനങ്ങാൻ വയ്യ. ഏറ്റവും അവിടെ ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? അത് ഇന്ന് കഴിഞ്ഞ ദിവസം നല്ലായിരുന്നില്ല, ഇന്ന് വേറെ പലതും ഉണ്ടായിരുന്നില്ല. ബിരിയാണി, അതിന് മട്ടൻ നല്ല പോലെ വെന്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് മീറ്റ് അല്ലേ? ഞാൻ മട്ടൻ കഴിക്കില്ല, പക്ഷെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി സോഫ്റ്റ് മീറ്റ് ആണെന്നുള്ളത്. നമ്മൾ ഇന്നും അശ്വിന് ഞാൻ റൂമിൽ മൂക്കില്ല രാജ്യത്തെ സിനിമ, അശ്വിൻ ആ പടം കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അശ്വിന് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ സിദ്ദിഖ് അങ്കിൾ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഓരോരോ സീൻസ് വന്നുകൊണ്ടിരുന്നപ്പോൾ അശ്വിനെ കിടന്ന് ചിരിയായിരുന്നു ഓരോ സീൻ. അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് റിസപ്ഷന് പോയപ്പോഴത്തേക്കും പുള്ളിയെ അശ്വിൻ നേരിട്ട് കണ്ടു. അശ്വിനങ്ങ് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. അങ്ങനെ പോയി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത്. ഇറ്റ് വാസ് എ വെരി നൈസ് ഡേ. നമുക്ക് മനോജ് കെ ജയൻ അങ്കിൾ എല്ലാവരെയും കാണാൻ പറ്റി. നമ്മുടെ ആരെയൊക്കെ, തെസ്നിക്കാൻ ആൻറ്റി, അവരെല്ലാവരെയും കാണാൻ പറ്റി. നമുക്ക് പരിചയമുള്ള ആരെയൊക്കെയോ കാണാൻ പറ്റി. അബു സലീം, സുധീർ അങ്കിൾ, അവരെല്ലാവരെയും കാണാൻ പറ്റി. ഇറ്റ് വാസ് എ വെരി നൈസ്, ഒരു ഹാപ്പി ഒരു എൻവയൺമെന്റ് ആയിരുന്നു മൊത്തത്തിൽ അവിടെ. അതെ, അമീർ ചേട്ടന്റെ വെഡിങ്, അതെ, നിങ്ങളും അമീറും തമ്മിലുള്ള ബന്ധം, എല്ലാവരുമായിട്ടുള്ള ബന്ധം, എനിക്ക് വേറൊരു ബന്ധമില്ലാന്ന്. ഓക്കെ, അപ്പം ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് ചെയ്യണം, കാരണം നാളെ ഏർലി മോർണിംഗ് വി ഹാവ് എ ഫ്ലൈറ്റ് ടു ക്യാച്ച്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇന്നിപ്പോൾ വന്നിട്ട് ഒരു മോര് വെച്ചങ്ങ് ഒരു ഗ്രാൻഡ് ഫിനാലെ ആക്കാമെന്ന് വിചാരിച്ച്
നമ്മൾ ആദ്യം ഒരു മോരാ പറഞ്ഞത്, പക്ഷെ ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവസാനം അച്ഛന് സ്ട്രെസ്സായിപ്പോയി. ഇനി അവസാനം അച്ഛന് കിട്ടില്ല എന്ന് വരുന്നപ്പോഴത്തേക്ക് ഒരു മോരും കൂടെ പറഞ്ഞ എക്സ്ട്രാ, ഒന്നുകൂടെ എക്സ്ട്രാ വരും. കാരണം എങ്ങാനും വന്ന് 3 പേരും ഉണ്ട്, 3 പേരും മറ്റേ കുടിക്കാൻ റെഡി ആയിട്ട് വന്നെങ്കിൽ എനിക്ക് ഇനി തികഞ്ഞില്ലെങ്കിലോ. അതായത് നിങ്ങൾ കുടിക്കുന്ന സമയത്ത് എനിക്ക് കുടിക്കാൻ തോന്നിപ്പോ പിന്നെ ആർക്കും കിട്ടാം, പിന്നെ ഒരു പ്രശ്നമാണല്ലോ. അതുകൊണ്ട് അതിനേക്കാൾ ഇച്ചിരി എക്സസീവ് പറഞ്ഞാലും കുഴപ്പമില്ല. ഇത്രയും കഴിച്ചു ഇതും കൂടെ അതാ ഞാൻ പറഞ്ഞ ഒരു ഗ്രാൻഡ് ഫിനാലെ. നാളെ തൊട്ട് നമുക്ക് എല്ലാവർക്കും നന്നാവാം, ഒരു ഡയറ്റിലോട്ട് പോവാം. ഞാൻ ഡയറ്റിലോട്ട് പോയില്ല, ഇവർ പോയാലും ഞാൻ പോവില്ല. കാരണം എനിക്ക് ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എൻ്റെ അടുത്ത് ഡോക്ടറും പറഞ്ഞു പാലോ കുടിക്കുന്നില്ല, കാരണം എനിക്ക് പാൽ ഇഷ്ടമല്ല. എന്നാൽ പിന്നെ തൈരോ മോരോ ഡെയിലി ഡയറ്റിൽ എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റാൻ പറഞ്ഞു. ബേബിക്ക് കാൽഷ്യം ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനിപ്പോൾ എല്ലാ ദിവസവും വയറെത്ര നിറഞ്ഞിരുന്നാലും ഫോഴ്സ്ഫുള്ളി ഒരു ഗ്ലാസ് മോര്, എരിവൊന്നും ഇല്ലാതെ ജസ്റ്റ് ജീരകപ്പൊടിയും കൂടി ഇടും. അപ്പോൾ ഗ്യാസ് ട്രബിളും ഇച്ചിരി കുറഞ്ഞു കിട്ടും. സോ യാ, അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു ഓൾ സൂൺ ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ ബൈ. എല്ലാവരും ബൈ പറഞ്ഞോളൂ.